വനംവകുപ്പിൽ RRT നിയമനത്തിൽ വാഗ്ദാനം ചെയ്ത് കോഴ വാങ്ങിയെന്ന ആരോപണത്തിൽ വയനാട്ടിലെ NCP നേതാക്കൾക്കെതിരെ പാർട്ടി അന്വേഷണം വരുന്നു. പണം വാങ്ങിയ ജില്ലാ കമ്മിറ്റി അംഗങ്ങൾക്കെതിരെ പാർട്ടി ജില്ലാ നേതൃത്വത്തിന് പരാതി. കുറ്റക്കാർക്കെതിരെ പാർട്ടി അച്ചടക്ക നടപടി സ്വീകരിക്കുമെന്ന് NCP ജില്ലാ പ്രസിഡന്റ് പ്രേമാനന്ദൻ റിപ്പോർട്ടറിനോട് പറഞ്ഞു. പരാതി ഒരു 10 ദിവസം മുമ്പാന്ന് തോന്നുന്നു എൻ്റെ അടുത്ത് പരാതി വന്നിട്ടുണ്ട്. ജില്ലയിലുള്ള പ്രവർത്തകരായിട്ടുള്ള ആൾക്കാരുണ്ട്, അവരുടെ പേര് മാത്രമല്ല ഉള്ളത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ചാൽ ഇത് സംസ്ഥാന നേതൃത്വത്തിന് അറിയിക്കാം എന്ന് വിചാരിച്ച് ഞാൻ സംസ്ഥാന പ്രസിഡന്റ്, കാരണം പുള്ളി ചാർജ് എടുക്കുന്നുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ചാർജ് എടുത്ത ഉടനെ തന്നെ ഞാൻ പുള്ളീൻ്റെ അടുത്ത് പറഞ്ഞു, ഇങ്ങനെ ഒരു വിഷയം കേൾക്കുന്നുണ്ട്, എന്താ സ്ഥിതി എന്നറിയില്ല, നമ്മൾ അന്വേഷിക്കേണ്ട ഒരു വിഷയമാണെന്ന് പറഞ്ഞു. ഈ പറഞ്ഞതുപോലെ ഇത് വാസ്തവമാണെന്ന് ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ പാർട്ടിയിൽ എന്തായാലും വെച്ച് ഉറപ്പിക്കുന്ന പരിപാടി ഇല്ല. ഇത് പാർട്ടി സംസ്ഥാന തലത്തിൽ തന്നെ അതൊരു അന്വേഷണം വെച്ചോട്ടെ എന്ന് വിചാരിച്ചു. പക്ഷേ അത്തരത്തിലൊക്കെ നടന്നിട്ടുണ്ടെങ്കിൽ അതൊക്കെ വളരെ മോശമാണ്. ഒരു കാരണവശാലും മുന്നോട്ട് ആ രീതി കൊണ്ടുപോകാൻ കഴിയുന്ന ഒരു കാര്യമല്ല. അന്വേഷണ നടപടി ഉണ്ടാവും, അത് യാതൊരു സംശയമില്ല. അത് സംസ്ഥാന പ്രസിഡന്റ് ഉറപ്പ് തന്നിട്ടുണ്ട്. നമുക്കിപ്പം ദീപക് മോഹനുണ്ട്. ദീപക് മോഹനോടൊപ്പം NCPയുടെ സംസ്ഥാന സെക്രട്ടറി CM ശിവരാമനുണ്ട്. ദീപക്, എന്തായാലും നടപടിയിലേക്ക് കടക്കുകയാണെന്നാണ് മനസ്സിലാക്കുന്നത്. ചെറിയ ആരോപണമല്ല, നമ്മൾ തെളിവ് സഹിതം പുറത്തുവിട്ട വാർത്തയാണ്. ആ തെളിവെന്ന് പറയുന്നത് ബാങ്ക് അക്കൗണ്ടിൽ, ഇസാഫ് ബാങ്കിൽ നിന്ന് ഇവരുടെ അക്കൗണ്ടിലേക്ക് പണം ട്രാൻസ്ഫർ ചെയ്തതിന്റെ രേഖകൾ സഹിതമാണ് ഇപ്പോൾ ഈ വാർത്ത പുറത്തുവിട്ടിരിക്കുന്നത്. NCPക്ക് ഈ വിഷയത്തിൽ നടപടി എടുക്കാതിരിക്കാൻ കഴിയില്ലല്ലോ. തീർച്ചയായും അരുൺകുമാർ, വനം വകുപ്പിൽ RRT നിയമനത്തിനായി കോഴ വാങ്ങിയതിൻ്റെ പേരിലാണ് ഇത്തരത്തിലൊരു വിഷയം ഉയർന്നു വന്നത്. സാധാരണക്കാരായിട്ടുള്ള ആളുകളുടെ പക്കൽ നിന്ന് 1,10,000 രൂപ RRT നിയമനവുമായി ബന്ധപ്പെട്ട NCPയുടെ ജില്ലാ നേതാക്കൾ ഉൾപ്പെടെ പലരും വാങ്ങി എന്നുള്ള പ്രതികരണം ഈ പണം നൽകിയ പുൽപ്പള്ളി സ്വദേശിയായ അനീഷ് നമ്മളോട് പറഞ്ഞിരുന്നു. ഇതുമായി ബന്ധപ്പെട്ടാണ് NCPയുടെ ജില്ലാ പ്രസിഡന്റ് പ്രേമാനന്ദൻ അല്പം മുൻപ് നമ്മളോട് പ്രതികരിച്ചത്. ഇപ്പോൾ എന്നോടൊപ്പം NCPയുടെ സംസ്ഥാന സെക്രട്ടറി CM ശിവരാമൻ ചേരുന്നുണ്ട്. ഈ RRT നിയമനം നൽകാമെന്ന് പറഞ്ഞ്, വനം വകുപ്പിൽ ജോലി നൽകാമെന്ന് പറഞ്ഞ് പണം നൽകിയ ഒരു വിഷയം നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ? അത് മന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ടോ? പാർട്ടി തലത്തിൽ അന്വേഷണം ഉണ്ടാകുമെന്ന് ജില്ലാ പ്രസിഡന്റ് പറയുന്നുണ്ട്. നിങ്ങളുടെ ന്യൂസിൽ വാർത്ത വന്നപ്പോഴാണ് നമ്മൾ ഈ വിവരം അറിയുന്നത്. അറിഞ്ഞ ഉടനെ തന്നെ സംസ്ഥാന പ്രസിഡന്റിനും അതുപോലെ മന്ത്രിയെയും വിളിച്ച് വിവരങ്ങൾ അറിയിച്ചിട്ടുണ്ട്. അത് ശരിയാണോ തെറ്റാണോ എന്നുള്ളത് അന്വേഷിച്ച് ശരിയാണെങ്കിൽ നടപടി സ്വീകരിക്കാനും തെറ്റാണെങ്കിൽ അതിൻ്റെ പുറകിൽ പ്രവർത്തിച്ചവരാരാണോ അവരെ പേരിൽ നടപടി സ്വീകരിക്കാനും വേണ്ടി സംസ്ഥാന നേതൃത്വത്തോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. കാരണം RRTയിൽ 1,00,000 രൂപ കൊടുത്ത് ജോലി ചെയ്യുക എന്ന് പറഞ്ഞാൽ ഒരു വാച്ചർക്ക് കിട്ടുന്നത് 12,000 രൂപയാണ്. ആ 12,000 രൂപ കിട്ടുന്നത് 5-6 മാസം കഴിയുമ്പോഴൊക്കെയാണ് ശമ്പളം കിട്ടുന്നത്. അതിനുവേണ്ടി 1,00,000 രൂപയൊക്കെ കൊടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ശരിയാണോ എന്നുള്ളത് അന്വേഷിക്കണം. അതിൻ്റെ പുറകിലുള്ള ഗൂഢാലോചനയും അന്വേഷിക്കണം. പണം നൽകിയതിൻ്റെ തെളിവുകളടക്കം നമ്മുടെ പക്കലുണ്ട്. ബാങ്ക് വഴി പുൽപ്പള്ളി ബാങ്കിൽ നിന്ന് 2024 50,000 രൂപ അക്കൗണ്ടിലും 15,000 രൂപ കയ്യിലും, അതിൽ 5,000 രൂപ മന്ത്രിയുടെ പേഴ്സണൽ സ്റ്റാഫിന് കൊടുക്കേണ്ട കമ്മീഷനാണെന്നാണ് പണം നൽകിയ ആൾ നമ്മളോട് പറഞ്ഞത്. അത് കാരണം ഇങ്ങനെ കൈക്കൂലി വാങ്ങുന്ന ഒരാൾ ബാങ്ക് അക്കൗണ്ടിൽ കൂടെ വാങ്ങുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പണമിടപാട് നടന്നു എന്നാണ് ഞാൻ വിളിച്ചു ചോദിച്ചപ്പോൾ എന്നോട് പറഞ്ഞു വരും. അതല്ല സത്യം, പൈസ വാങ്ങി ജോലിക്ക് വേണ്ടിയാണെങ്കിൽ നടപടി സ്വീകരിക്കും. അവർ പറഞ്ഞിരിക്കുന്നത് ഈ പ്രശ്നം അറിഞ്ഞ ഉടനെ തന്നെ ഞാൻ അവരെ വിളിച്ചിരുന്നു, നിങ്ങളുടെ എന്താണ് ഇതിൻ്റെ സത്യാവസ്ഥ എന്നറിയാൻ. അവർ പറഞ്ഞു ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പണം കൈമാറാറുണ്ട്, വാങ്ങിയിട്ടുണ്ട്. എൻ്റെ ഭാര്യയുടെ ഒരു വിദേശത്ത് പോകുന്നതിന് വേണ്ടി ഞാൻ പൈസ വാങ്ങിയിരുന്നു. 2 മാസം കഴിഞ്ഞാൽ തിരിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞു. അത് കൊടുക്കാൻ കഴിഞ്ഞില്ല. ആ വിവരം അറിഞ്ഞ ചില ജില്ലാ നേതാക്കൾ, പാർട്ടിയുടെ ജില്ലാ നേതാക്കൾ ഇടപെട്ടുകൊണ്ട് ഇവനോടുള്ള സുഹൃത്തിനോടുള്ള വൈരുദ്ധ്യമുള്ള ആളുകളുണ്ട്, അവരിടപെട്ടുകൊണ്ടാണ് ചെയ്തതെന്നാണ് എന്നോട് പറഞ്ഞത്. അത് നമ്മൾ സംസ്ഥാന കമ്മിറ്റിയിൽ നിന്ന് അവർ തെറ്റാണ് ചെയ്തതെന്നുണ്ടെങ്കിൽ തെറ്റായ നടപടി സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ അവരെ പേരിൽ നടപടി സ്വീകരിക്കും. അവർ പിന്നെ പാർട്ടിയിൽ ഉണ്ടാവില്ല. ആ ഉറപ്പ് സംസ്ഥാന നേതൃത്വവും അതുപോലെ മന്ത്രിയോടും ആവശ്യപ്പെട്ടിട്ടുണ്ട്. അത് നടന്നിരിക്കും. കാരണം ഇതിൽ അഴിമതി നടത്താൻ അല്ല NCP ഫോറസ്റ്റിൻ്റെ ഒരു കാര്യത്തിലും അനാവശ്യമായ ഇടപെടൽ നടത്തരുത് എന്നാണ് ഞങ്ങളുടെ നിർദ്ദേശമുള്ളതും മന്ത്രിയുടെ നിർദ്ദേശമുള്ളതും. അത് ഞങ്ങൾ അംഗീകരിച്ചിട്ടുണ്ട് ഇതുവരെ. കാരണം ബാച്ചർമാരെ നിയമിക്കാൻ നമ്മൾ പാർട്ടി പറയുന്നവരല്ല നിയമിക്കുക. അവർക്ക് ഫോറസ്റ്റുമാർ, റേഞ്ചർമാർ, DFOമാർ, ഫോറസ്റ്റർമാർ ഇവർ വനം വകുപ്പിൽ ഇത്തരത്തിൽ പണം വാങ്ങി നിയമനം നൽകിയതായിട്ടുള്ളത് നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. ഇപ്പം നിങ്ങളുടെ ഇതിൽ വന്നതിന് ശേഷമാണ് നമ്മളെ ശ്രദ്ധയിൽപ്പെട്ടത്. നിങ്ങൾ ഈ വാർത്ത വന്നതിന് ശേഷം നമ്മളെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. അതിനെ സംബന്ധിച്ച് കൃത്യമായ അന്വേഷണം നടത്തും. മുകളിൽ നിന്ന് അന്വേഷണം നടത്തി നടപടികൾ സ്വീകരിക്കും. RRT നിയമനത്തിന് പണം
ബാങ്ക് വഴി ട്രാൻസ്ഫർ ചെയ്ത് കൊടുത്ത് കൈക്കൂലിയായിട്ട് വന്ന വാർത്തയാണ് നമ്മൾ പുറത്തുവിട്ടത്. വനം വകുപ്പിൽ ഇതിനകം തന്നെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. വനം വകുപ്പുമായി ബന്ധപ്പെട്ട് ആളുകൾക്ക് അതൃപ്തിയും വിയോജിപ്പും ഒക്കെയുണ്ട്. ഈ സാഹചര്യത്തിലാണ് വനം വകുപ്പിലെ RRT നിയമനത്തിൽ NCP ജില്ലാ നേതൃത്വം പണം ബാങ്കിൽ നിന്ന് അക്കൗണ്ട് വഴി കൈക്കൂലി വാങ്ങി എന്ന വാർത്ത നമ്മൾ പുറത്തുവിടുന്നതും. താങ്ക് യു ദീപക്.